ഇനിയിപ്പം നമ്മുടെ രവീന്ദ്ര ജഡേജയും നമ്മുടെ CSK മാനേജ്മെൻറ്റുമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? ചെന്നൈ ലൈനപ്പ് നമുക്ക് ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആകാശ് മാത്രെ, സഞ്ജു സാംസൺ, ഋതുരാജ് ഗെയ്ക്വാദ്, ബ്രേവിസ്, ഉർവി പട്ടേൽ, ശിവം ഡൂബെ, MS ധോണി. ഇതിൽ ബോളിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ ഖലീൽ അഹമ്മദ്, നാഥൻ എലിക്സ്, നൂർ അഹമ്മദ്, ശ്രേയസ് ഗോപാൽ, മുകേഷ് ചൗധരി തുടങ്ങിയത്. ഇത്രയാണ് ചെന്നൈയുടെ സ്കോഡ്. ഇതൊരു അതായത് നമുക്ക് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം CSKയുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുവാണെങ്കിൽ നമുക്ക് പെർഫോമൻസ് വളരെ കുറവാണ്. 2023 നമ്മൾ ട്രോഫി എടുത്ത ശേഷം ആ ഓവർ കോൺഫിഡൻസ് ആണോ എന്താണെന്നറിയില്ല. അപ്പം പിന്നെ നമ്മൾ വട്ടപ്പൂജ്യമാണായത്. അപ്പം അതിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ടോപ്പ് ഓർഡറിൽ ബാറ്റിങ്ങിൽ വലിയ കാര്യമായിട്ടൊന്നും ഒരു പരിപാടി നടന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഋതുവിന് പരിക്കുപറ്റി പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. അതിനുവേണ്ടിയാണ് ഇപ്പം നമ്മളിവിടെ ജഡേജനെയും സാംകറിനെയും കൊടുത്തുകൊണ്ട് ഇപ്പം സഞ്ജു സാംസനെ പോലൊരു പ്ലെയറിനെ നമ്മൾ ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്കിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആകാശ് മേത്രെ പവർ പ്ലേ നല്ല ഹീറ്ററാണ്. അതുപോലെ സഞ്ജു, ഋതുരാജ്. ഇതാണ് ചെന്നൈയുടെ ഒരു പോയിന്റ്. സഞ്ജു, ഋതുരാജ്, അതായത് ഇവർ രണ്ടുപേര് സെറ്റിൽ ചെയ്ത് നിന്ന് കളിക്കുന്ന പ്ലേയേഴ്സാണ്. ഋതുരാജ് കുറച്ചൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ മാരക ബാറ്റിംഗ് ആണ്. അതുപോലെ തന്നെ സഞ്ജു സാംസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തിയാൽ അത്രയും അപകടകാരിയായിട്ടൊരു ബാറ്റ്സ്മാൻ വേറെ ഇല്ല. അതായത് ആള് നല്ലപോലെ ബാറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതായത് നമ്മുടെ സിറ്റുവേഷനനുസരിച്ച് ബാറ്റ് ചെയ്യും. അതായത് നമുക്ക് വിക്കറ്റ് പോകണമെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്ത് നിന്ന് കളിക്കാനൊക്കെ പറ്റുന്നത്. അതായത് നമ്മൾ ഏഷ്യ കപ്പിലൊക്കെ കണ്ടാണ് പാകിസ്ഥാനായിട്ട് മുട്ടുകുത്തേണ്ട കളി സഞ്ജുവിൻ്റെ ആ ഒരു ഇന്നിങ്സ് കൊണ്ടാണ് നമ്മളവിടെ ജയിച്ചത്. അപ്പോൾ ടോപ്പ് ഓർഡറിൽ ഇത്തവണ ചെന്നൈ പുലികളാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം വരുന്ന ബ്രേവിസ്, ഉർവി പട്ടേൽ, ശിവം ഡൂബെ, MS ധോണി. ഓക്കെയാണ് ഇത്രയും. പിന്നെ നമുക്ക് ഇനിയിപ്പം ഓപ്ഷനിലേക്ക് ചെന്നൈ പോയി കഴിയുമ്പോഴത്തേക്ക് ചെന്നൈക്ക് ഇനി വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ചെന്നൈക്ക് നല്ലൊരു പവർ ഹീറ്റർ, ധോണിയോടൊപ്പം തന്നെ ഫിനിഷ് ചെയ്യാനുള്ള പവർ ഹീറ്റർ വേണം. ഒരു ഓൾറൗണ്ടർ ബാറ്റ്സ്മാൻ, അതായത് ഗ്രീനെ പോലെയോ അല്ലെങ്കിൽ റസലിനെ പോലെയുള്ളൊരു നല്ലൊരു ഓൾറൗണ്ടർ നമുക്ക് ചെന്നൈക്ക് എന്തായാലും അർജൻറ്റാണ്. അതുപോലെ തന്നെ ബോളിങ്ങിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ വളരെ അധപ്പതനമാണ്. പതിരാനെ വിട്ടത് എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഖലീൽ അഹമ്മദ് പവർ പ്ലേ വിക്കറ്റ് എടുക്കാൻ നല്ല കഴിവുള്ളൊരു പ്ലെയറാണ്. ഉറപ്പായിട്ടും വിക്കറ്റ് എടുക്കുകയും ചെയ്യും. പിന്നെ നാഥൻ എലിക്സ് നല്ല ഫോമിൽ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നൂർ അഹമ്മദ്, പിന്നെ ഉള്ളത് മുകേഷ് ചൗധരി, ശ്രേയസ് ഗോപാലുമാണ്. ഇവർ എത്രത്തോളം പെർഫോം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം രണ്ടുപേരും ചെയ്യുന്നുണ്ടെങ്കിലും IPL വന്നു കഴിയുമ്പോഴത്തേക്ക് അറിയില്ല. ഇത് നമുക്ക് കളി കണ്ടാലേ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടൊരു സ്പിന്നർ ചെന്നൈക്ക് എന്തായാലും അത്യാവശ്യമാണ്. അതായത് ചെപ്പക്കിലെ പിച്ച് മാറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചെപ്പക്കിലെ അത്യാവശ്യം നമുക്ക് മിഡിൽ ഓവറിൽ എതിർ ടീമിനെ പിടിച്ചു നിർത്തണമെങ്കിൽ അത് സ്പിന്നേഴ്സിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം നല്ല സ്പിന്നേഴ്സ് ടീമിന് അനിവാര്യമാണ്. അതുപോലെ തന്നെ ഒരു വിക്കറ്റ് ടേക്കറായിട്ടുള്ളൊരു ബോളർ പതിരാനെ ഇപ്പം 4 ഓവർ എറിഞ്ഞാൽ 60 റണ്ണ് കൊടുക്കുക. എന്ന് വെച്ചാൽ 60 റണ്ണിൽ 20 റണ്ണും അവൻ്റെ വൈഡ് കൊണ്ട് മാത്രം കൊടുക്കുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ബോളറാണ്. പക്ഷേ ആക്ഷൻ മാറ്റിയ ശേഷം ആൾ ഭയങ്കരമായിട്ട് റണ്ണ് വിട്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓപ്ഷനിൽ അടുത്ത ചെന്നൈ ഉന്നം വെക്കുന്നത് നല്ലൊരു വിക്കറ്റ് ടേക്കർ ബോളറെ എന്തായാലും ഉന്നം വെക്കുന്നുണ്ടാവാം. കുറവാണ് എങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ബോളറെ കണ്ടെത്തി കൊണ്ടുവരാനായിട്ടോ അല്ലെങ്കിൽ ഒരു സബ് ഡീലോ അങ്ങനെ എന്തെങ്കിലും ചെന്നൈയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. എന്ന് വെച്ചാൽ 40 കോടിയുടെ മുകളിൽ ചെന്നൈക്ക് എമൗണ്ട് കയ്യിലുണ്ടാവും. അതുപോലെ ഉണ്ട്. അപ്പം അത് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ചെന്നൈയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്.